29 രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തുടക്കമാകുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ്. നമുക്ക് കാണാം ഇന്നിവിടെ ആദ്യ സിനിമയുടെ ഒരു പ്രദർശനം തുടങ്ങാൻ പോവുകയാണ്. 9:30-ക്കാണ് ഈ പ്രദർശനം നടക്കുന്നത്. നോർവേജിയൻ സിനിമയായ ലവബിൾ ആണ് ആദ്യ ചിത്രമായി പ്രദർശിപ്പിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഞങ്ങൾ രാവിലെ 7 മണിക്ക് വന്നപ്പോൾ മുതൽ ഈ സിനിമ കാണാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ് ഈ കാണുന്നത്. ഈ ആളുകളൊക്കെ തന്നെയും ഉള്ളിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ ചില ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് ഈ ആദ്യ സിനിമ കാണാനെത്തിയ ആളുകളുടെ പ്രതികരണം ഒന്ന് ചോദിച്ചു നോക്കാം. ലവബിൾ കാണാൻ വന്നെയാണോ? എന്താ ഇങ്ങനെ ഫസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ വന്നതാണോ? തീർച്ചയായും കുഡിൻ റെസിസ്റ്റ്. സോ ഈവനിങ് നിശാഗന്ധി വരാമെന്നാണ് വിചാരിച്ചു. പക്ഷെ രാവിലെ 9 മണിയായപ്പോൾ 8:30 ആയപ്പോൾ ബോധം തീരുമാനം മാറി. നേരെ ഇങ്ങെത്തി. തൃശ്ശൂർ. ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഇതാണ് കുറച്ചുകൂടി ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് വരുന്നത്. കൊച്ചി. അതെ ആദ്യമായിട്ടാണ്. ഇവിടെ ഒരുപാട് തിരക്ക് നമുക്ക് കാണാം. ഇതിപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. പക്ഷേ അങ്ങ് താഴെ വരെയും വലിയ രീതിയിലുള്ള ഒരു ക്യൂ ആണ് ഈ സിനിമ കാണാൻ വേണ്ടി. കാരണം ആദ്യ ചിത്രമാണ്. വൈകുന്നേരമാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത്. വൈകുന്നേരം 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ IFFKയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്നാലും ആദ്യ സിനിമ രാവിലെ 9:30-ക്ക് തന്നെ അപ്പോൾ പ്രദർശിപ്പിക്കുകയാണ്. എല്ലാ തവണത്തെയും പോലെ അത് കാണാനുള്ള ഒരു വലിയ തിരക്ക് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ റിപ്പോർട്ടറായ ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ് രാവിലെ മുതൽ ഇവിടെയുണ്ട്. ആഷിഖ് രാവിലെ മുതൽ തന്നെ നല്ല ഒരു ഓളം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? വേറൊരു കാഴ്ചയാണ്. രാവിലെ 7 മണിക്ക് എത്തിയതാണ് ഞാനിവിടെ. ആദ്യഘട്ടം 1-2 വേളണ്ടേഴ്സ് ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിടങ്ങും. പതിയെ ഈ മാലയും ID കാർഡും ഇട്ട സിനിമാ പ്രേമികൾ ഇങ്ങനെ ഒഴുകി എത്തുകയാണ്. ആദ്യം ഒരു ചെറിയ നിരയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കവാടത്തിന് അങ്ങേ തല വരെ നീളുന്ന രീതിയിലോട്ട് ക്യൂ വളരുകയാണ്. ആദ്യ സിനിമ തന്നെ കാണാനായിട്ട് അത്ര വലിയ തിരക്കുണ്ടാകുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാഴ്ചയാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമ ഈ നോർവേജിയൻ സിനിമ ലവബിൾ ആണ്. മേളം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെ പ്രതിപാദിക്കുന്ന വിഷയമാണ്. അത് ഗോവ ഫിലിം ഫെസ്റ്റിവലിലും വലിയ അപ്രീസിയേഷൻ നേടിയ ചിത്രമാണ്. അങ്ങനെ വലിയ ചർച്ച ചെയ്ത ചിത്രങ്ങൾ ആദ്യ സിനിമയായി എത്തുന്നു. വലിയ തിരക്കുണ്ടാകുന്നു. വലിയ സന്തോഷമുള്ള കാഴ്ച തന്നെയാണ്. ഇത്തവണ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ ഡെലിഗേറ്റുകളുടെ എണ്ണം കൂടുതലാണെന്ന് തോന്നുന്നു. അത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. കാരണം SP നമ്മുടെ ക്യാമറ SP ആണുള്ളത്. SP ഇപ്പോൾ ഇവിടെ തിരക്ക് കുറഞ്ഞു. കാരണം എല്ലാവരും ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. പക്ഷേ അങ്ങ് ആ കവാടം വരെ, നേരത്തെ ആഷിക്ക് പറഞ്ഞ പോലെ ആ കവാടത്തിൻ്റെ അവിടെ വരെയും അത്രത്തോളം ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച അത് വല്ലാത്ത സന്തോഷമാണ്. കാരണം അത്രത്തോളം സിനിമാ പ്രേമികൾ നമ്മുടെ IFFKക്ക് എത്തുന്നു എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ചെയർമാനും അത് തന്നെയാണല്ലേ ആഷിക്ക് പറഞ്ഞത്? തീർച്ചയായും 17,000-ലധികം ഡെലിഗേറ്റുകളാണ് ഇത്തവണ ഉള്ളത്. മറ്റ് വോളണ്ടിയേഴ്സ്, അല്ലാത്തുള്ള പ്രവർത്തകർ, ചലച്ചിത്ര പ്രവർത്തകർ, അതിഥികളടക്കം ഒരു 20,000-ഓളം പേരുടെ വലിയ മഹാസഞ്ചയമാണ് ഇത്തവണ മേളയായി മാറാൻ പോകുന്നതെന്നുള്ളതാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ചലച്ചിത്ര അക്കാദമി അറിയിക്കുന്നുണ്ട്. അതിനുള്ള നഗരസഭ എന്ന നിലയിൽ തിരുവനന്തപുരം നഗരസഭയും കോർപ്പറേഷനും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആഘോഷങ്ങൾക്ക് തലസ്ഥാന നഗരം പൂർണ്ണമായിട്ടും സജ്ജമാണ്. അത് ആദ്യ ദിവസം തന്നെ പ്രതിഫലിക്കുന്നുമുണ്ട് എന്ന്. 177 ചിത്രങ്ങളാണെന്ന് തോന്നുന്നു അല്ലെ ഇത്തവണ പ്രദർശിപ്പിക്കുന്നത്. അത് 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 ചിത്രങ്ങൾ. അതിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കും ഇത്തവണ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മേള തന്നെയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയാനുള്ളത്? സ്ത്രീകളുടെ ഒരു വിഷയം പറയുമ്പോൾ സ്വാതന്ത്ര്യം പറയുന്നതായിരിക്കും അതിൽ കൂടുതൽ ഉചിതം. അങ്ങനെയാണെങ്കിലും ഇത്തവണത്തെ 177 ചിത്രങ്ങളിൽ 58 എണ്ണം, അഥവാ ഒരു 1/3 പേരും വനിതാ സംവിധായകരുടെ ചിത്രങ്ങളാണ് എന്നുള്ളത് ആണ് ഇത്തവണത്തെ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അത് തന്നെയാണ് എല്ലാ തലത്തിലും ചർച്ചയാകുന്നതും എന്നുള്ളതാണ്. കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് 63 രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ്. പ്രത്യേകിച്ച് അർമേനിയ, ലാറ്റിൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച ചിത്രങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇത്തവണ മേളയുടെ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തെയും ഇന്നലെകളെയും ഇന്നിനെയും ഉൾപ്പെടുത്തുന്ന ഒരു സിനിമകളുടെ പട്ടികയുണ്ട് ഇത്തവണത്തെ മേളയിൽ. അപ്പം ആഷിക, നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ആദ്യ സിനിമ 29ാമത് IFFKയുടെ ആദ്യ ചിത്രമായ ലവബിൾ കാണാൻ വന്നിരിക്കുന്ന ആളുകളുടെ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. അതും ടാഗോർ തിയേറ്ററിൽ ഒരു ചെയർ പോലും ഒഴിവില്ലാതെ എല്ലാ ചെയറിലും ആളുകളുണ്ട്. ഇനിയും ബാക്കി പുറത്ത് ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ് സിനിമ കാണാൻ വേണ്ടി. കാരണം അവർക്ക് ഇങ്ങോട്ടേക്ക് കയറാനുള്ള സ്ഥലമില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രയും അധികം ആളുകളാണ് ഇവിടെ ഈ സിനിമ കാണാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡെലിഗേറ്റുകളുടെ പങ്കാളിത്തം കൊണ്ടും സിനിമയുടെ മികവ് കൊണ്ടും എല്ലാം 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? തീർച്ചയായും ആദ്യ ദിനം ഇപ്പോൾ കാണുന്ന ഈ തിരക്ക്
തിരക്കൊന്നും ഒന്നുമല്ല എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് വരും ദിവസങ്ങളിൽ തയ്യാറാക്കിയിരിക്കുന്ന സിനിമകൾ രാജ്യാന്തര തലത്തിൽ കാൻ ചലച്ചിത്രമേളയിൽ ഗോൾഡൻ ഗ്ലോബിലൊക്കെ ചർച്ചയായ പ്രഭയായി നനച്ചതെല്ലാം എന്ന പായൽ കബയാടിയുടെ ചിത്രം 4ാം ദിവസമാണ് പ്രദർശനത്തിൽ. ആ ഷോയ്ക്കൊക്കെ ഉണ്ടാവുക അസാധാരണമായ തിരക്കായിരിക്കും. മുൻ വർഷങ്ങളിൽ കുമ്മാട്ടി പോലുള്ള ചിത്രങ്ങളിൽ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കഴിഞ്ഞ വർഷം പ്രദർശിപ്പിച്ച ചിത്രത്തിലടക്കം നൻപകൽ നേരത്തെ മയക്കം, ആ ചിത്രത്തിലടക്കം ഉണ്ടായ രീതിയിൽ വലിയ തിരക്ക് ഇത്തവണത്തെ മേളയിൽ ഉണ്ടാകും. അത് അപ്രതീക്ഷിതമായിരിക്കും. കൂടാതെ ജനപ്രിയമായ ഒത്തിരി ചിത്രങ്ങൾ വരുന്നുണ്ട്. രാത്രി മിഡ് നൈറ്റ് ഷോ നോക്കുവാണെങ്കിൽ ഭ്രമയുഗമുണ്ട് അവസാന ദിവസം. രാത്രി 12 മണിക്ക് നിശാഗന്ധിയിൽ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കൂട്ടവും ആരവവും ഒരനുഭവവും ഒക്കെ വേറെ ആയിരിക്കും. അതിനൊക്കെ ഉള്ളൊരു കാത്തിരിപ്പാണ് ഇത്തവണത്തേത്. അത് സിനിമാ പ്രേമികൾ എന്ന നിലയിൽ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇവിടെ തുടക്കമാകുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെയായി നമ്മൾ ഇനിയും കൂടെ വരുന്നതാണ്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറയ്ക്കലിനൊപ്പം സ്വാന്തന സാജു, മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 തിരുവനന്തപുരം. ആകാംക്ഷയിലാണ്. അല്ല, കഴിഞ്ഞ 29 വർഷമായിട്ട് വരുന്ന ഒരാളാണ് ഞാൻ. സീഡാക്കിൽ വെള്ളമ്പഴത്തെ വർക്ക് ചെയ്തിരുന്നു. എവിടെയാണ്? തിരുവനന്തപുരം സ്വദേശി തന്നെയാണ്. കണ്ണൂർ. ഇപ്പം തിരുവനന്തപുരമായിരുന്നു, കണ്ണൂരൊക്കെ പോയി തിരിച്ച് ഫിലിം കാണാൻ വേണ്ടി കണ്ണൂർ വന്നിരുന്നു. ലവബിൾ കാണാനുള്ള ഒരു തിരക്കിലാണ്. അങ്ങനെയല്ല, കുറേ പാടെ കാണും. സാധാരണ മേളയിൽ എത്ര ചിത്രങ്ങൾ കാണാറുണ്ട്? ഏകദേശം ഒരു 10-35 ചിത്രങ്ങൾ കാണും.